അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പ്രതീക്ഷ തോന്നിയൊരു ഫിലിമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ആൻഡ് അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വലിയ മതിപ്പില്ലാത്തൊരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇതിലെനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം ഇതിലത്തെ സോങ്സാണ്. ജെയ്ക്സ് ബിജോയുടെ സോങ്സൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എവിടെയും ഇത് അങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്ലേസ്മെൻറ്റ് മാറി ഒന്നുപോലെ അങ്ങനത്തെ രീതിയിലൊന്നുമല്ല സോങ്സിനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലായിടത്തും ഒരു കറക്റ്റ് മീറ്ററും ഉണ്ട്. ആൻഡ് നല്ല ഫീലുള്ള കുറച്ച് നല്ല സോങ്സൊക്കെ ഇതിലുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ധ്യാൻ ശ്രീനിവാസിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. കുറച്ച് സീൻസിലേ ഉള്ളൂ, പക്ഷേ ആ ഉള്ള സീൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില കോമഡികളൊക്കെ നല്ല രസമായിരുന്നു. നിവിൻ പോളി കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നപ്പോൾ ഇതൊരു എൻ്റർടൈനറാണ്, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ടീസർ വന്ന ടൈമിൽ ടീസർ വന്ന് നന്നായി, അല്ലെങ്കിൽ ഭയങ്കര മിസ്ലീഡിങ് ആയെന്ന് തോന്നി. കാരണം അതിലൊരു പൊളിറ്റിക്കൽ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് പോയത്. പക്ഷെ സിനിമ വന്നപ്പോൾ ഇത് രണ്ടുമല്ല. കാരണം ഈ രണ്ടിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ ഇതെല്ലാം പകുതി മാത്രം വിട്ടു പോകുന്നൊരു സെറ്റപ്പിലാണ് പോകുന്നത്. സ്ക്രീൻ പ്ലേ എനിക്ക് മൊത്തത്തിലൊരു യൂണിഫോമിറ്റി ഇല്ലാത്ത രീതിയിൽ പോകുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അതിൻ്റെ കറക്റ്റ് ഫീലിൽ വരുന്നില്ല. യൂണിഫോമിറ്റി ഇല്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒക്കെ ഒരു പോക്കാണ്. അപ്പോൾ മൊത്തത്തിൽ അതിൽ നിന്നൊരു കൺവിൻസിങ് ആവുന്നൊരു സംഭവം കയറി വരുന്നില്ല. അതിപ്പോൾ ഫസ്റ്റ് ആക്ട് ആണെങ്കിലും സെക്കൻഡ് ആക്ട് ആണെങ്കിലും തേർഡ് ആക്ട് ആണെങ്കിലും ഈ മൂന്നും പോകുന്നത് എന്തൊക്കെയോ ഒരു സംഭവം വരും, അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നും, അത് അതേപടി പിന്നെയും പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാ ആക്ടും അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഇടയ്ക്ക് എപ്പോഴും കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും വന്നു പോകുന്നൊരു സെറ്റപ്പ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണത് വന്നു പോയിട്ടുള്ളത്. ടോട്ടലി പറയുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എനിക്കൊരു ഓക്കേഷ് ഫിലിമായിട്ടാണ് തോന്നുന്നത്. അതിൽ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.